ഹലോ. മുരളി എന്ന അതുല്യനായ ചലച്ചിത്ര നടനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കുടവട്ടൂർ എന്ന ഗ്രാമത്തിൽ കൃഷ്ണപിള്ളയുടെയും ദേവകി അമ്മയുടെയും മൂത്ത മകനായി 1954 മെയ് 25-നായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കുടവട്ടൂർ LP സ്കൂൾ, കൊട്ടാരക്കര തൃക്കണമംഗലം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുരളി തിരുവനന്തപുരം MG കോളേജ്, ശാസ്താംകോട്ട DV കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ബിരുദം നേടി. പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം ആരോഗ്യ വകുപ്പിൽ LD ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. UD ക്ലർക്കായി കേരള യൂണിവേഴ്സിറ്റിയിലും ജോലി നോക്കി. ശൈലജയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. മകൾ കാർത്തിക. 1986 മുതൽ 2008 വരെ സിനിമാ ലോകത്ത് അദ്ദേഹം സജീവമായിരുന്നു. ഭാവാഭിനയം, ശരീരഭാഷ, ശബ്ദവിന്യാസം എന്നിവ കൊണ്ട് അഭിനയത്തിന് പുത്തൻ സമവാക്യം രചിച്ച സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു മലയാള ചലച്ചിത്ര അഭിനേതാവായിരുന്ന മുരളീധരൻ പിള്ള എന്നറിയപ്പെടുന്ന മുരളി. ഞാറ്റടി എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ സജീവമായ മുരളി നെയ്ത്തുകാരൻ എന്ന സിനിമയിലെ അഭിനയത്തിന് 2001 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി. അടയാളം, ആധാരം, കളിക്കളം, ധനം, നാരായം, ലാൽ സലാം, കൈക്കുടന്ന നിലാവ്, ദി ട്രൂത്ത്, തൂവൽ കൊട്ടാരം, നീ എത്ര ധന്യ, രക്തസാക്ഷികൾ സിന്ദാബാദ്, വരവേൽപ്പ്, കിരീടം, ബംഗലം, CID മൂസ എന്നിവയൊക്കെയായിരുന്നു മുരളിയുടെ പ്രധാന സിനിമകൾ. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായ മുരളി സർക്കാർ സർവീസിലിരിക്കെ തന്നെ നാടകങ്ങളിലും അഭിനയിച്ചു. നരേന്ദ്രപ്രസാദിന്റെ നാട്യഗൃഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന മുരളി പിന്നീട് അരവിന്ദന്റെ ചിദംബരം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു. പക്ഷേ ഹരിഹരന്റെ പഞ്ചാഗ്നി എന്ന സിനിമയിലെ അഭിനയത്തോടെയാണ് മുരളി മലയാള സിനിമയിലെ ശ്രദ്ധേയ താരമാകുന്നത്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം മുരളിയിലെ അഭിനേതാവിന്റെ മികവ് മലയാളി കണ്ടറിഞ്ഞ സിനിമയാണ്. 2001 നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മുരളി നേടി. സാഹിത്യത്തിലും മുരളി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 5 പുസ്തകങ്ങൾ മുരളിയുടേതായി പുറത്തിറങ്ങി. ഇതിൽ അഭിനേതാവ് ആശാന്റെ കവിതയും എന്ന പുസ്തകം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. ഇടതുപക്ഷ ആശയങ്ങളുടെ എന്നും അനുഭവം പുലർത്തിയിരുന്ന മുരളി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കൂടിയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 1999 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും കോൺഗ്രസ് നേതാവായ BM സുധീരനോട് പരാജയപ്പെട്ടു. 2001 ദേശീയ അവാർഡും 1992, 96, 98, 2001 എന്നീ കാലയളവിൽ സംസ്ഥാന അവാർഡും 1991, 2001, 2008 കാലഘട്ടത്തിൽ മികച്ച സഹനടനായും അവാർഡ് ലഭിച്ചിരുന്നു. കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 2009 ഓഗസ്റ്റ് 6-ന് അദ്ദേഹം അന്തരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കരയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം.